സിദ്ധാർത്ഥിൻ്റെ പേരായിട്ട് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഗംഭീര പൊട്ടിച്ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രസമായിരുന്നു, അടിപൊളിയാണ്. പിന്നെ തീർച്ചയായിട്ടും എന്താ ഇറങ്ങി വരുന്നതെല്ലാം മുഖം കാണുമ്പോൾ അറിയാമല്ലോ. രസമായിരുന്നു, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല മൂവിയാണ്. ആഷിഖയുടെ അടിപൊളി ഡയറക്ഷൻ, വിഷ്ണുവിൻ്റെ ഒരു നല്ലൊരു സിനിമ, അടിപൊളിയാണ്. ഇൻട്രോവിന് ശേഷമാണ് നമുക്ക് ഇച്ചിലൂടെ രസിക്കുന്നത്. നല്ല രസമുള്ള കഴിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു മീൽസ് റെഡി എന്ന് പറയുമ്പോൾ നമ്മൾ പോയി കഴിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഒരു റിയൽ മലയാള ഫിലിം എൻ്റർടൈനർ. ഒരു അതിനുള്ള പക്ക കോമഡി അല്ല, ഒരു റിലേഷനും അതിൻ്റെ ഇടയിലൊരു പൊളിറ്റിക്സും കൂടി പറയുന്നുണ്ട്. അത് പറയാതെ പറയുന്ന ഒരു പൊളിറ്റിക്സ് കൂടി ഉണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് അത് പറയുന്നത്. അത് വളരെ മനോഹരമായിട്ട് അത് ഹ്യൂമറിൽ ചാലിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ക ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ. ഓക്കെ. വിഷ്ണു പിന്നെ നമ്മുടെ ചങ്കല്ലേ, വിഷ്ണുവിൻ്റെ ആ ഒരു ലാളിത്യം, അങ്ങനെ ഒരു ഹീറോ മലയാളത്തിലില്ല എന്ന് പറയാൻ പറ്റും. ആ ഒരു സാധാരണ അയൽവക്കത്തെ പയ്യൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവർഡു ആയിട്ട് ആരും ചെയ്തിട്ടില്ല, എല്ലാവരും നന്നായിട്ടുണ്ട്. കട്ടപ്പനയിലെ കപ്പ കഴിച്ച ഒരു ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വർക്കായെങ്കിൽ എനിക്ക് ഹാപ്പി. എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നാഷികയുടെ ഹ്യൂമർ എലമെൻറ്റ്സ് ചില ഏരിയകളിലെ പ്ലേസ്മെൻറ്റ് നന്നായിട്ടുണ്ട്. ഞാൻ എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ഇത് ഫാമിലി മൂവിയാണല്ലോ, ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണേണ്ട മൂവിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നായികയുടെ അച്ഛൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു വെറൈറ്റി വേഷമാണ്, ഒരു ഇമോഷണൽ ക്യാരക്ടർ. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. ഞാൻ എൻജോയ് ചെയ്തു. ഇനി ബാക്കി പ്രഷർ പറയട്ടെ. അല്ല, ഈ ഒറ്റ ക്യാരക്ടറോട് എല്ലാ ക്യാരക്ടറും ഗോപിച്ചേട്ടൻ്റെ സേഫാണെന്ന് തെളിയിച്ചു. അങ്ങനെ ഒരുപാട് ക്യാരക്ടറൊന്നും ചെയ്തില്ലല്ലോ, ഇനി ചെയ്യാൻ കിടക്കല്ലേ. നമ്മൾ ചെയ്ത 2 ക്യാരക്ടർ മതിയല്ലോ. താങ്ക് യു. നിങ്ങൾ പടം കണ്ടോ? എല്ലാവരും ഇഷ്ടപ്പെടാ? താങ്ക് യു. അത് കേട്ടാൽ മതി. ബാക്കി പ്രേക്ഷകരെ പിടിക്കേ, ഒറിജിനൽ ഓഡിയൻസിനോട് ചോദിക്കൂ. ഫെസ്റ്റിവൽ മൂഡ് എന്ന് പറഞ്ഞാൽ തകർത്തേക്കാണ്. ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു കപ്പന. ഷാജുചേട്ടനൊക്കെ വന്നിട്ട് വിഷ്ണു വേറെ ലെവലാക്കി കിട്ടുന്നൊക്കെ പറഞ്ഞേ. ഇത്രയും നല്ല സുഹൃത്തുക്കളിൽ നിന്ന് ഇത്രയും ഒരുപാട് പീക്കിൽ വരുമ്പോൾ അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എങ്ങനെയുണ്ട്? സൗണ്ടൊക്കെ പോയി. സൗണ്ട് പോയിരിക്കണം നല്ല പരിപാടി. എല്ലാവരും പടം കാണും. നല്ല പടമാണ്. ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു ഫീലുള്ള, നല്ല നന്മ നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ ഒരു സിനിമ. എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയും നമ്മളെ ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് വിഷ്വൽ എഫക്റ്റ്, എഡിറ്റിംഗ് വേറെ മൂഡിലേക്ക് കൊണ്ടുപോകും പടം. അവസാനം നമ്മളെ മനസ്സിലായി നായിക, അതേപോലെ വിഷ്ണു, എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ജോബി ചേട്ടനൊക്കെ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. നായിക എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല 2 പെർഫോമൻസ് കാണാം. എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഗംഭീര പടം, സൂപ്പർ പടം. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണണം, ഫാമിലിയായിട്ട് വന്ന് കാണണം. ഫാമിലിയായി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ഇതെൻ്റെ സ്വപ്നമാണ്. എല്ലാവരും വന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അതെ അതൊന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു പോർഷൻസൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ ചിരിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ചിരി കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര എല്ലാവരും വന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് പോട്ടെ. ഞാനോ? അല്ല, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻട്രോവേർട്ട് ആവുന്നുണ്ടെന്ന്. ബിക്കോസ് ഓഫ് ഐ എം വെരി ഓവർവെൽഡ്. എല്ലാവരും വന്ന് പടം കാണാം, സന്തോഷമായിട്ട് പോവാം. താങ്ക് യു. നല്ല പടം. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് വന്ന് കണ്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയൊരു നല്ല മൂവിയാണ്. ലൈക്ക് ഇതൊരു ചെറിയ പടമാണെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് മെസ്സേജും ഇതിൻ്റെ ക്ലൈമാക്സും ചെറിയ പോർഷൻസൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇതിൽ അഭിനയിച്ചവർക്കും ആൻഡ് ലൈക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, എല്ലാവർക്കും ലൈക്ക് എല്ലാവരുടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും പടം വന്ന് കാണണം. ലൈക്ക് അതേപോലെ ആവില്ലല്ലോ, ബട്ട് ലൈക്ക് ഹി ഹാസ് ഹിസ് ലൈക്ക് പുള്ളിക്കാരൻ്റെ ഒരു പരിപാടി ഇതിലുണ്ട്. ഈ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും ആൻഡ് ഇങ്ങനെ മൊത്തത്തിലൊരു പരിപാടി എനിക്ക് ഭയങ്കര വർക്കായി.
ബാക്കി എല്ലാവരും വന്ന് കണ്ടിട്ട് അവർക്ക് വർക്ക് ചെയ്യുന്നുള്ളത് ജെന്യൂനായിട്ട് പറയാം. അടിപൊളിയായിരുന്നു. കോമഡി നന്നായിട്ട് വർക്കായിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസും കോമഡിയും എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ആ അടിപൊളിയായിരുന്നു. എല്ലാവരും വന്ന് പടം കാണും. പടം നല്ല രസമാണ്. എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫാണ് ഭയങ്കര ഇഷ്ടമായി. കാരണം അപ്പോഴാണ് മെയിൻ കഥയിലേക്ക് വരുന്നത്. പച്ചാണ് ഇന്നലെ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് റോഷൻ്റെ ആ ഒരു സമയത്തുള്ളവർക്ക് ഒരു ആംബിയൻസ് ആവുന്നുണ്ടോ? അങ്ങനെയല്ല, അത് വേറൊരു പരിപാടിയാണ്. അത് തുടക്കം പോലെ അതിൻ്റെ കഥയും വേറൊരു രീതിയിലാണ്, സിനിമയുടെ പ്ലേസ്മെൻറ്റ് വേറൊരു രീതിയിലാണ്. നല്ല രസമുണ്ട്. അടിപൊളി. കണ്ടവർക്കൊക്കെ ഇഷ്ടം. എല്ലാവരും കാണും. എല്ലാവരും പടം കാണും. നല്ല രസമുള്ള പടമാണ്. എല്ലാവർക്കും ഭയങ്കര രസമായിട്ട് ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ട്. മേ ബി നമ്മുടെ കൂട്ടുകാരോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വളരെ രസമായിട്ട് നമുക്ക് കണ്ടിറങ്ങുമ്പോൾ ഒരു കുളിർമയൊക്കെ തോന്നുന്ന ഒരു പടമാണ്. ഇപ്പോൾ എല്ലാവരും കാണും. സിദ്ധാർത്ഥ ഭരതൻ ചേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുധുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. സൂക്ഷ്മദർശിനിയിലാണെങ്കിൽ അപ്പോൾ അത് എക്സാക്ട്ലി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ട് ഉണ്ടായത്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്കൊന്നും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് രജിസ്റ്റർ തോന്നുന്നല്ലേ ഈ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ്. ഫാമിലി ആയിട്ട് എന്തായാലും വന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. ഫാമിലി മാത്രമല്ല, എനിക്കൊന്ന് എല്ലാ യൂത്തും എല്ലാവർക്കും കാണാൻ പറ്റുന്ന മൂവിയാണ്. എനിക്കൊന്നും കോമഡി എന്ന് പറയുന്നതിനെക്കാട്ടും ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ജേർണിയും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ട് നമ്മൾ കുറേ കാലം. അത്